ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഫോൺ സാംസങ് A36 ആണ് കേട്ടോ. മുന്നിലിരുന്നത് പോക്കോ M2 ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് പണിമുടക്ക് തന്നതുകൊണ്ടാണ്, കുറേ അധികം പണിമുടക്കുകൾ തന്നു, ശരിയാക്കി, പിന്നെ അത് വർക്കാവുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു ഫോൺ എടുത്തത്. അപ്പോൾ ഈ ഒരു ഫോൺ എനിക്ക് ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു, ഇപ്പോഴും ഓക്കെയാണ്. പക്ഷേ ക്യാമറ ഓക്കെ ആയിരുന്നു. ക്യാമറ അത്ര ഒരു രസം ഉണ്ടായിരുന്നില്ല. അത് ഫ്രണ്ട് ക്യാമറ കേട്ടോ ആദ്യം. അപ്പോൾ ബാക്ക് ക്യാമറയൊക്കെ അടിപൊളിയാണ്, ബാക്കി പെർഫോമൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്, ഒന്നും പറയില്ല. പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഈ ഒരു ഫോൺ പണി തന്നു കേട്ടോ. ഞാൻ ഇതുപോലൊരു ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയ സമയത്ത് ഒരു ബ്ലാക്ക് പൊട്ട് പോലെ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ പൊട്ടൊട്ടിയിരിക്കുന്നതാണെന്ന് സ്ക്രീനിൽ. അപ്പോൾ ഞാനതിങ്ങനെ ഇളക്കി കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇളകി വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് സ്ക്രീനിൽ ഇങ്ങനെ ബ്ലാക്ക് ഡോട്ട് വീണിരിക്കുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. അതും പുതിയ ഫോണാണ്. അങ്ങനെ ഞാൻ ഉടനെ ചേട്ടനെ വിളിച്ചു. ഹായ്, എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽസ് വിത്ത് അഭിരാമി എന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും യൂസ്ഫുൾ എന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സ്കിൻ കെയറോ ഹെയർ കെയറോ സംബന്ധിച്ച് ഒന്നുമല്ല വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കൊരു പുതിയ ഫോൺ എടുത്തിട്ടുണ്ടെന്നും. പുതിയ ഫോൺ എടുത്തത് സാംസങ് A36 ആണ് കേട്ടോ. സാംസങ് ഗാലക്സി A36 ആണ്. അപ്പോൾ ഈ ഒരു ഫോൺ എടുക്കാൻ ഇതിന് മുമ്പ് ഞാൻ എടുത്തിരുന്ന ഫോണ് പോക്കോയുടെ ആണ്, പോക്കോ M2 എന്ന് പറയുന്ന ഒരു ഫോണാണ് കേട്ടോ. അപ്പോൾ അതിലായിരുന്നു ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുത്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് ആ ഫോൺ എനിക്കൊന്ന് പണി തന്നു. അത് അത്യാവശ്യം മോളൊക്കെ തറയിലിട്ടൊന്ന് പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ സിം എടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ തവണ നമ്മളിങ്ങനെ ഡിസ്പ്ലേ പോയി, അത് ശരിയാക്കി, പിന്നെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ കംപ്ലയിൻറ്റ്സ് വന്ന് ശരിയാക്കി. അപ്പോൾ പിന്നെ അവസാനമായിട്ട് പിന്നെ വയ്യ എന്ന് വെച്ചാൽ പിന്നെയും കംപ്ലയിൻറ്റ് വരും. അപ്പോൾ കുറച്ച് വർഷമായത്, 4 വർഷം മറ്റും ആയി, തറയെ വീണ് പ്രശ്നമായതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫോൺ എടുക്കാൻ ഉണ്ടായ സാഹചര്യം. അല്ലെങ്കിൽ തുടർന്ന് ഞാൻ ആ ഫോണിൽ തന്നെ പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടനാണ് ഈ ഒരു ഫോൺ എനിക്ക് എടുത്ത് തന്നത് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ എടുക്കാൻ പോകുന്ന സമയത്ത് അതൊരു വീഡിയോ ആയിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റൊക്കെ ഉള്ള രാവിലെയൊക്കെ സമയത്ത് പോകാമെന്ന് ഓർത്തിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് വൈകിട്ട് പോകാമെന്ന്. പിന്നെ എനിക്കെന്തോ ഒരു മടിയായിരുന്നു ഫോൺ ഇങ്ങനെ എടുക്കാനായിട്ട്, വ്ളോഗ് എടുക്കാനായിട്ടുള്ളൊരു മൈൻഡില്ലായിരുന്നു. അപ്പോൾ ആദ്യം പിന്നെ ചെന്നിട്ട് കുറച്ച് ആപ്പിളിൻ്റെ ഫോണൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി, അത് നോക്കിയ സമയത്ത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചേട്ടൻ അതെടുക്കണമെന്നായിരുന്നു കേട്ടോ. എല്ലാ വ്ളോഗേഴ്സിൻ്റെയിലും ഇപ്പോൾ ആപ്പിളിൻ്റെ ഫോണാണല്ലോ, അപ്പോൾ അങ്ങനെ അതെടുക്കണം. അപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങോട്ട് ആപ്പിളിൻ്റെ ഫോൺ അങ്ങോട്ട് സെറ്റാവുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ മോട്ടറോളയുടെ ഫോൺ എടുക്കാമെന്ന് വെച്ചിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ മോട്ടറോളയുടെ ഫോൺ എടുക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. ചേട്ടന് പക്ഷേ സാംസങ് ഐഫോൺ ഇതിലേതെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റും അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ സാംസങ് A36 ആണ് പിന്നെ സെറ്റായത്. അങ്ങനെ ഈ ഒരു ഫോൺ എടുത്തോട്ടോ. ഈ ഫോണ് ഒത്തിരി റിവ്യൂസൊക്കെ നോക്കി, അപ്പോൾ അത്യാവശ്യം നല്ല ഫോണാണ്. അവർ വ്ളോഗൊക്കെ എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവരും ഏറ്റവും കൂടുതൽ ഈ ഒരു ഫോൺ എടുക്കാനാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് എനിക്ക് വേറൊന്നും തോന്നിയിട്ടില്ല. ഫ്രണ്ട് ക്യാമറ കുറച്ചൊരു സംതിങ് ഇതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ് കേട്ടോ. പിന്നെ ബാക്ക് ക്യാമറയും പെർഫോമൻസൊക്കെ സ്മൂത്താണ്. എനിക്ക് വേറെ വിഷയങ്ങളൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഈ ഒരു ചെറിയൊരു ഫ്രണ്ട് ക്യാമറയുടെ ഒരു വിഷയം മാത്രം എനിക്ക് ആദ്യമൊക്കെ തോന്നിയിരുന്നു. ഇപ്പം ഞാൻ ഫോൺ അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്കതും ഓക്കെ അല്ലാതായി. പിന്നെ മറ്റൊരു റീസൺ എന്ന് വെച്ചാൽ ഈ ഫോൺ എടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്കുണ്ടായൊരു പ്രശ്നം ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. ഞാൻ ഒരു ദിവസം ഇതുപോലൊരു വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ സ്ക്രീനിൽ തറയിൽ വീണ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വ്ളോഗ് എടുത്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പോയ സമയത്ത് സ്ക്രീനിലൊരു ബ്ലാക്ക് ഡോട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തോ പൊട്ടൊട്ടിയിരിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ബ്ലാക്ക് ഇങ്ങനെ ഡോട്ട് വീണ് സ്ക്രീനിലിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അത് പൊട്ടാണെന്ന് വെച്ച് ഇളക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് ഇളകുന്നില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ഡോട്ട് വീണിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഒരു കറുത്ത ഡോട്ട് വീണു. അപ്പോൾ പുതിയ ഫോണാണല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കര ഒരുമാതിരി വിഷമം തോന്നി. എന്ന് വെച്ചാൽ ഞാനിത് തറയെ വീഴ്ത്തുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത്രയും കെയർഫുള്ളായിട്ടാണ് കൊണ്ടുനടക്കുന്നത്. മറ്റേ ഫോണിന് തറയിലൊക്കെ വീണ് അങ്ങനെയൊക്കെ ചീത്തയായതുകൊണ്ട്
ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ തറയിലൊക്കെ വീണു ഡിസ്പ്ലേക്കൊക്കെ എന്തെങ്കിലും പറ്റിയെങ്കിൽ ഒത്തിരി പൈസയാവും. അപ്പോൾ നമുക്ക് ചടപടയെന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതും പുതിയ ഫോണാണ്, അതുകൊണ്ട് ഞാൻ അത്രയും കെയർ ചെയ്താണ് ഇതിനെ വെച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡോട്ട് വീണപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ ചേട്ടനെ വിളിച്ചു. ചേട്ടാ അപ്പോൾ നമ്മൾ ഈ ഫോൺ മേടിക്കുന്ന കടയിൽ വിളിച്ചു കേട്ടോ. അപ്പോൾ എന്തോ ഡിസ്പ്ലേയുടെ കംപ്ലയിൻറ്റ് അങ്ങനെ വരാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫോണിൽ അപ്ഡേഷനും വന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫോൺ മേടിച്ച സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ഡേഷനൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ചാടി കയറി ചെയ്യരുത്, കുറച്ച് അധികം സമയം എടുത്തതിന് ശേഷം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്ഡേഷനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു അപ്ഡേഷൻ വന്ന് കിടക്കുന്നുണ്ടല്ലോ, എന്തായാലും ഡിസ്പ്ലേയുടെ കംപ്ലയിൻ്റ് ആയിരിക്കും, അപ്പോൾ നമുക്ക് നോക്കാം, ഈ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം ഈ ഡോട്ട് ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഓണാക്കി കേട്ടോ. അപ്പോൾ കുറേ അധികം സമയം ഇങ്ങനെ ഫോണിങ്ങനെ എന്ന് വെച്ചാൽ ഓണാവുന്നില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരുന്നു കേട്ടോ. സാംസങ് എന്ന് ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടേയിരുന്നു. ഒരു 5 മിനിറ്റെങ്കിലും ഫോൺ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുറേ സമയം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫോൺ അടിച്ച് പോയെന്ന് കേട്ടോ. ഫോൺ അടിച്ച് പോയെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. കാര്യം ആ ഒരു ബ്ലാക്ക് ഡോട്ടും കൂടെ ഇരിക്കുകയാണല്ലോ. ഞാൻ വിചാരിച്ചു ഫോൺ അടിച്ച് പോയെന്ന്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി സ്വിച്ച് വന്നപ്പോഴത്തേക്ക് ഓണായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ബ്ലാക്ക് ഡോട്ടും പോയി കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ തന്നെ പറഞ്ഞ് ഡിസ്പ്ലേക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആവാനാണ് ചാൻസ്, അപ്പോൾ നമുക്കിത് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം, അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്ഡേഷനിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൊണ്ടു ചെന്നാൽ മതി, വേറെ ഫോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം മേടിച്ചിട്ടിപ്പോൾ 1 മന്ത് പോലും ആയിട്ടില്ല കേട്ടോ, 1 മന്ത് ആവാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ അപ്ഡേഷൻ ചെയ്തു. ഇപ്പോൾ പക്ക സ്മൂത്താണ് കേട്ടോ, ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് സാംസങ് A36 സാംസങ്ങിൻ്റെ ആ ഒരു സീരീസ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഡോട്ട് എന്തുകൊണ്ടാണ് വീണതെന്നും നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് അധികം എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു കംപ്ലയിൻറ്റ്, ഡിസ്പ്ലേയുടെ എന്തോ കംപ്ലയിൻ്റ് ആണ്. എന്നാലും പുതിയ ഫോണിൽ അങ്ങനെ വരുന്നതൊരു ഇതല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടോ സാംസങ് യൂസ് ചെയ്തിട്ട്? സാംസങ് പൊതുവേ നല്ലതാണ്, എനിക്കും അങ്ങനത്തെ അഭിപ്രായമാണ്, നല്ലതാണെന്നാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഇതായിപ്പോയി. അതായത് നമുക്ക് പുതിയ ഫോണാണല്ലോ, അപ്പോൾ പുതിയ ഫോൺ മേടിച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമുക്ക് വിഷമം വരും. അപ്പോൾ അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇനിയുണ്ട് എന്ന് വെച്ചാൽ ഇനി കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ ഇതുപോലെ ബ്ലാക്ക് ഡോട്ട് ഇങ്ങനെ വരുന്നോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ നന്നായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒത്തിരി പേര് ഇപ്പോൾ 7000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ എൻ്റെ, ആരെങ്കിലുമൊക്കെ സാംസങ്ങിൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നവർ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയാമെങ്കിൽ, എൻ്റെ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.